നീറ്റ് എക്സാമും ജെഇ എക്സാമും ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാം ഒക്കെ പാഷനേറ്റ് അല്ലാത്ത കുട്ടികളെ നമ്മൾ പാരൻസ് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനായിട്ട് പറഞ്ഞയക്കുമ്പോൾ പാരൻസിന് ഒരിക്കലും മനസ്സിലാവില്ല ആ കുട്ടി കടന്നു പോകുന്ന സ്റ്റേജ്. ലൈക്ക് അത്രയും സ്ട്രെസ്ഡ് ആയിരിക്കും. അത് അവരെ ഫിസിക്കലും മെൻ്റലായിട്ടുള്ള ഹെൽത്തിനൊക്കെ വല്ലാണ്ട് എഫക്റ്റ് ആയി പോകും. ലൈക്ക് അവർക്ക് ചിലപ്പോൾ സൊസൈറ്റിയിലോട്ട് മുന്നേ ഇറങ്ങിയ പോലെ സംസാരിക്കാൻ പറ്റില്ല. അതൊരിക്കലും നമുക്ക് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും. ഞാനും ഇതുപോലെ നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് ആ ഒരു ഇയർ പോയതല്ലായിരുന്നു എനിക്ക് അവിടെ പ്രശ്നം. അത് എഴുതിയതിന് ശേഷം ആ ഒരു മെൻ്റൽ സ്ട്രെസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരുന്നത്. ലൈക്ക് എല്ലാ പാരൻസും ഇപ്പോൾ സയൻസ് എടുത്താൽ ആ ഒരു കുട്ടി ഷീസ് മെന്റ് ഫോർ അല്ലെങ്കിൽ ഹീസ് മെന്റ് ഫോർ നീറ്റ് എന്നുള്ളൊരു ചിന്താഗതി മാറ്റി വെക്കുക. ലൈക്ക് ഇപ്പോൾ അവർ സയൻസ് എടുത്തു +2 എന്ന് വെച്ച് അവർ നീറ്റ് എന്നുള്ള കോമ്പറ്റീറ്റീവ് എക്സാം അല്ലാണ്ട് അവരുടെ മുന്നിൽ ഒരുപാട് വാസ്റ്റായിട്ട് വൈഡായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ പാരൻസ് അവരായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് അവർക്ക് എന്താണ് അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്, ലൈക്ക് അവർക്ക് ബെറ്റർ ചോയ്സ് അവരെ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അല്ലാണ്ട് സയൻസ് എടുത്തെന്ന് വെച്ചിട്ട് അവർ നീറ്റ് ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാമിന് പുഷ് ചെയ്യാണ്ട് നിൽക്കുക.